മക്കളെ ഹലോ മൈ ഡിയർ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. അപ്പൊ നമ്മുടെ പരീക്ഷ എത്തി അല്ലേ. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ചു പോകേണ്ട ചോദ്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ തോട്ട് റൈറ്റിംഗ് ക്വസ്റ്റ്യൻ ആ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു തോട്ട് എഴുതുക, എങ്ങനെയാണ് നമ്മൾ തോട്ട് റൈറ്റിംഗ് ക്വസ്റ്റ്യന് ഉത്തരം കൊടുക്കുക എന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആ ചോദ്യത്തിന് മുൻപ് മിസ്സിന് മറ്റൊരു കാര്യം പറയാനുണ്ട്. യെസ്, നിങ്ങൾക്കറിയാം ഇതുവരെ നിങ്ങൾ എവിടെയാണ് നമ്മുടെ ക്ലാസ്സസ് കണ്ടത്? യൂട്യൂബിലാണ് അല്ലേ. നിങ്ങൾ 3ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ കൊച്ചുമക്കളാണ്. നിങ്ങൾ ഇതുവരെ നമ്മളെ ക്ലാസ്സസ് ഒക്കെ യൂട്യൂബിലാണ് കണ്ടത്. ഇനി അങ്ങോട്ടേക്ക് അടുത്ത പ്രാവശ്യം മുതൽ നിങ്ങൾ എന്താവാണ്, വലിയ ക്ലാസ്സിലെത്താൻ LP സ്കൂളിലെ ഏറ്റവും വലിയ ക്ലാസ്സിൽ നിങ്ങൾ എത്താൻ പോവാണ്. 4ാം ക്ലാസ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം എന്താണ്, 4ലാണ് നമ്മൾ എന്ത് എഴുതുന്നത്? നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം ഒക്കെ എഴുതുന്നത്. അപ്പൊ CM കിഡ്സ് സ്കോളർഷിപ്പ് ഒക്കെ എക്സാം എഴുതുമ്പോൾ നമുക്കറിയാം ഒരുപാട് പഠിക്കാനുണ്ട് അല്ലേ. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പഠിക്കാനുണ്ട്. ഇംഗ്ലീഷ് ആവട്ടെ, ഇംഗ്ലീഷിൽ തന്നെ എനിക്ക് തോന്നുന്ന മീനിങ്സ് പഠിക്കാനുണ്ട് അല്ലേ. എന്താ അർത്ഥം, മീനിങ്സ് പഠിക്കാനുണ്ട്, സിനോണിംസ് പഠിക്കാനുണ്ട്, ആന്റണിംസ് പഠിക്കാനുണ്ട്, ഫിൽ ദ ബ്ലാങ്ക്സ് പഠിക്കാനുണ്ട്, ലെറ്റർ റൈറ്റിംഗ് പഠിക്കാനുണ്ട്, പിന്നെ നോട്ട്സ് മേക്കിംഗ് പഠിക്കാനുണ്ട്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കാനുണ്ട്. ഇങ്ങനെ എന്തോരം കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? അപ്പോൾ മിസ് പറഞ്ഞു വരുന്നത്, നമ്മൾക്ക് കുറെ കൂടി നമ്മളിങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കുറെ കൂടി എന്താണ് വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരാൾ വേണ്ടി സഹായിക്കാൻ. യെസ്, വേണമല്ലേ. അതിനാണ് സൈലം. നോക്ക്, സൈലത്തിന്റെ 4ാം ക്ലാസ്സിലെ ബാച്ചിനെയാണ് ഞങ്ങൾ എന്ത് വിളിക്കുന്നത്? നമ്മുടെ പ്രാണ ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സൈലത്തിൽ ഞങ്ങളുടെ 4ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ വിളിക്കുന്ന പേരെന്താ? ഇറ്റ് ഈസ് നോക്ക് പ്രാണ ബാച്ച് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് പ്രാണ ബാച്ച് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. മിസ് എന്താ, ഞങ്ങൾ യൂട്യൂബിൽ ലൈവ് കാണുന്നുണ്ടല്ലോ, നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഇത് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും. അതല്ലടാ, നമ്മൾ ഈ ആപ്പിലേക്ക് വരുന്ന സമയത്ത് നോക്ക്, നമ്മൾ ആപ്പിലേക്ക് വരുന്ന സമയത്ത് എല്ലാ ദിവസവും നമുക്ക് അവിടെ ഉണ്ടാകും നല്ല ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കാണാൻ കഴിഞ്ഞില്ല, അവിടെ ഓൾറെഡി എന്തുണ്ടാവും നോക്കുക, റെക്കോർഡ് സെഷൻസ് ഉണ്ടാവും. അതൊക്കെ റെക്കോർഡഡ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇൻ കേസ് അത് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതവിടെ വീണ്ടും എടുത്ത് കാണാം, നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ. അത് മാത്രമല്ല, സ്ലൈഡ് നോട്ട്സ് ഒക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എഴുതാറുണ്ട്. ഇപ്പം നമ്മൾ ഇംഗ്ലീഷിലൊക്കെ മിസ് എപ്പോഴും എന്ത് എഴുതും? ടെൻസ് എഴുതും അല്ലേ, പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ് എന്നൊക്കെ മിസ് എഴുതാറുണ്ട്. ഇങ്ങനെയുള്ള നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ആപ്പിൽ എന്താ അവൈലബിൾ ആണ്. നമുക്ക് പ്രീ റെക്കോർഡ് സെഷൻസ്. അത് മാത്രമല്ല, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മുഴുവനും ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ ഭാഗങ്ങളായി നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓരോ പാഠങ്ങളും ചെറിയ ചെറിയ കുഞ്ഞു ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് ബോറടിക്കാതെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ. PYQ ഡിസ്കഷൻസ്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യേണ്ടേ, അപ്പോഴല്ലേ നമ്മൾ അടിപൊളിയാവുള്ളൂ. ക്വസ്റ്റ്യൻസ് ചെയ്തല്ലേ നമ്മൾ പഠിക്കാം. പിന്നെ നോക്ക് എന്താ ഉള്ളത്? ഇൻ ആ കമ്മ്യൂണിറ്റി, ആക്സസ് ടു അപ്കമിങ് ബാച്ചസ് ആൻഡ് ഇൻ കേം റിവിഷൻ ബാച്ചസ് അല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങളോട് എന്താണ് LSS എഴുതണം നിങ്ങൾ അടുത്ത പ്രാവശ്യം, CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം അല്ലേ. ആ എക്സാമിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? സ്പെഷ്യൽ ബാച്ച് നമ്മൾ തുടങ്ങും. അത് മാത്രം പഠിക്കാൻ വേണ്ടി. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു പ്ലാൻ, ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഈ ഒരു പ്ലാനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എന്താണ് അതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യം എന്താന്ന് വെച്ചാൽ, ഒന്ന് എന്ത് ചെയ്യുക, ആദ്യം നിർബന്ധമായിട്ട് ഒരു ഫോൺ വിളിയല്ലേ, ഒരൊറ്റ ഫോൺ വിളിയാണ്. ഈ ഒരു നമ്പറിലേക്ക് നിങ്ങളൊന്ന് വിളിപ്പിക്കാം. അവിടെ നിന്ന് എല്ലാ സംശയങ്ങളും എന്താണ് അവർ തീർത്തു തരും. അവർ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആയിട്ട് എന്തെങ്കിലും അവർ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ പ്രാണ ബാച്ചിനെ കുറിച്ച് മറക്കണ്ട. ഇനി നമ്മൾ പ്രാണ ബാച്ച് എന്തെങ്കിലും നമുക്ക് കാണാം. ഓക്കെ, നോക്ക്. യെസ്, നൗ കം ബാക്ക് ടു ദ ചാപ്റ്റർ. നമുക്കറിയാം നമ്മുടെ തോട്ട് റൈറ്റിംഗ് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഫാമർ എന്താണ്, വളരെ വിഷമിച്ചിരിക്കുകയാണ്. ഭാര്യ പറഞ്ഞ് അവർക്ക് കാർണിവൽ കാണണം. ഫാമർ അവരോട് പറഞ്ഞ് എൻ്റെ കയ്യിൽ കാശില്ല, എൻ്റെ കയ്യിൽ പണമില്ല. അത് കേട്ടപ്പോൾ നമ്മുടെ ഭാര്യയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഭാര്യ പറയാണ്, നിങ്ങൾ എന്തോരം ജോലി ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും, എന്നിട്ട് നിങ്ങളുടെ കയ്യിലാണെങ്കിലോ കലാകാലം എന്താണ്, ഒരു കാശും ഇല്ലല്ലേ, പോക്കറ്റ് എപ്പോഴും കാലിയാണ്. അത് കേട്ടപ്പോൾ നമ്മുടെ ഫാമർ ഭയങ്കര സങ്കടമായി. അദ്ദേഹം പുറത്തേക്ക് നടന്നു അല്ലേ, പുറത്തേക്ക് ഇറങ്ങി വന്ന് അങ്ങനെ അദ്ദേഹം പോകുന്ന വഴിക്ക് എവറി ഡേ യു വർക്ക് ലൈക്ക് എ ഹോഴ്സ്. ഇത് ആര് പറഞ്ഞതാ? നമ്മുടെ ഭാര്യ പറഞ്ഞതാ. ബട്ട് യുവർ പോക്കറ്റ്സ് ആർ ഓൾവേസ് എംപ്റ്റി. പക്ഷെ നിങ്ങളുടെ പോക്കറ്റ്സ് എന്താണ്? എപ്പോഴും എംപ്റ്റി ആണ്. ദ ഫാമർ ലെഫ്റ്റ് ദ ഹൗസ് വിതൗട്ട് അറ്ററിംഗ് എ വേർഡ്. ഒരു അക്ഷരം ഇണ്ടാതെ നമ്മുടെ ഫാമർ എന്ത് ചെയ്ത് അവിടെ നിന്ന് പോയി. വാട്ട് മേ ബി ഹിസ് തോട്ട്സ്? എന്തായിരിക്കും അദ്ദേഹത്തിന്റെ തോട്ട്സ്? റൈറ്റ് ഡൗൺ. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ തോട്ട്സ്? എന്തായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ വരാ? അദ്ദേഹത്തിന് ഭാര്യയോട് ദേഷ്യമുണ്ടോ? അദ്ദേഹം ആംഗ്രി ആണോ? അല്ല. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, പാവാണ് എൻ്റെ ഭാര്യ, ആദ്യമായിട്ടാണ് അവൾ എൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കുന്നത്. ഷീ ഈസ് എ ഗുഡ് വൺ, ഷീ ഈസ് എ ഗുഡ് വൈഫ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരിക്കലും അദ്ദേഹം എന്തല്ല, ആംഗ്രി മൂഡല്ല, എപ്പോഴും ഒരു സാഡ് മൂഡിലാണ് നമ്മളെ
ഫാമർ പുറത്തേക്ക് പോകുന്നത്. നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതി നോക്കാം. നോക്ക്, ഓ ഗോഡ്, നമ്മൾ എല്ലാവരും വിഷമം ആദ്യം വിളിക്കും ദൈവത്തെ അല്ലേ. ഓ ഈശ്വര അല്ലെങ്കിൽ ദൈവമേ, ഫസ്റ്റ് ടൈം മൈ വൈഫ് ആസ്ക്ഡ് മീ സംതിങ്. ഫസ്റ്റ് ടൈം, ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മൈ വൈഫ്, എൻ്റെ ഭാര്യ, ആസ്ക്ഡ് മീ സംതിങ്, എന്നോട് എന്തെങ്കിലും ചോദിക്കുന്നത്. സംതിങ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും. അപ്പൊ ആദ്യമായിട്ടാണ് എൻ്റെ ഭാര്യ എന്നോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുന്നത്. ഐ വിഷ് ടു ഫുൾഫിൽ ഹർ വിഷ്. എനിക്ക് എന്തുണ്ട്, അവളുടെ ആഗ്രഹം. വിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആഗ്രഹം. അപ്പൊ എനിക്ക് അവളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം എന്നുണ്ട്. ഫുൾഫിൽ എന്ന് പറഞ്ഞാൽ എന്താ, സാധിച്ചു കൊടുക്കുക. അപ്പൊ എനിക്ക് എന്തുണ്ട്, അവളുടെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കണം എന്നെനിക്കുണ്ട്. ഐ ഹാവ് ടു ടേക്ക് ഹർ ടു ദ കാർണിവൽ. എങ്ങനെയെങ്കിലും എന്താണ്, അവളെ കാർണിവലിൽ കൊണ്ടുപോയിട്ടുണ്ട് കാര്യം അല്ലേ. എങ്ങനെയാലും അവളെ കാർണിവലിൽ കാണിക്കാൻ കൊണ്ടുപോകണം. ഐ തിങ്ക്, എനിക്ക് തോന്നുന്ന, I can take that gold coin back and make money off it. എന്തുകൊണ്ട് എനിക്ക് ആ ഗോൾഡ് കോയിൻ തിരിച്ചെടുത്തൂടാ? എനിക്ക് തോന്നുന്നു ഞാൻ ആ ഗോൾഡ് കോയിൻ തിരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ആ ഗോൾഡ് കോയിൻ വിറ്റാൽ എനിക്ക് എന്ത് കിട്ടും, പൈസ കിട്ടും. ആ ഗോൾഡ് കോയിൻ ഉപയോഗിച്ച് പൈസയാക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, if she can attend the carnival she will be happy. If she can attend the carnival, ഭാര്യയ്ക്ക്, എൻ്റെ വൈഫിന് ആ കാർണിവൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചാൽ, ആ കാർണിവൽ വിസിറ്റ് ചെയ്യാൻ സാധിച്ചാൽ, അത് കാണാൻ കഴിഞ്ഞാൽ, ഷീ വിൽ ബി ഹാപ്പി. അവരെന്തായാലും എന്തായിരിക്കും, അവർ വളരെ ഹാപ്പി ആയിരിക്കും. ഷീ വിൽ ബി ഹാപ്പി. അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവും. ഇത്ര എഴുതിയാൽ മതി. വളരെ കുഞ്ഞായിട്ടുള്ള പോയിന്റ്സ്. ഒന്ന് അദ്ദേഹത്തിന്റെ പ്രശ്നം, രണ്ടാമത്തെ അദ്ദേഹം അതിൽ കാണുന്ന സൊല്യൂഷൻ, വഴി എന്താണ് കാണുന്നത്. ഈ കുറച്ച് പോയിന്റ്സ് എഴുതിയാൽ തന്നെ മക്കളെ എന്തായി, നമ്മുടെ ഉത്തരം അവിടെ സെറ്റായി. ഓക്കെ, നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ ഉത്തരം അവിടെ എന്താണ്, കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് സെറ്റായി. ഓക്കെ, അപ്പൊ ഈ ഉത്തരം എന്ത് ചെയ്യും, നിങ്ങൾ ശരിക്കും നിങ്ങൾ പഠിച്ചിട്ട് പോവാം. ഓക്കെ, താങ്ക് യു.